നിങ്ങൾ പിടിച്ചു പറിച്ചോണ്ട് പോയ കാശേ എനിക്ക് തിരികെ വേണം. ബേബി കഴിഞ്ഞ ദിവസം സിനിമയ്ക്ക് സെറ്റ് ഇടാൻ എത്രയാ കൊടുത്തത്? എത്രയാ? അത് 16, 30. മാഡം ഇനി 25 കൂടി കൊടുത്താ സെറ്റ് അങ്ങോട്ട് പൂർത്തിയാവും. അത് പിന്നെ കൊടുത്താലും മതി. നമ്മുടെ സിനിമ അങ്ങോട്ട് നടക്കണമല്ലോ. ആ പടം എങ്ങനെയല്ല അങ്ങോട്ട് തീർത്തിട്ട് തിയേറ്ററിൽ അങ്ങോട്ട് എത്തിച്ചാ ഈ പോയ പൈസയുടെ 3 ഇരട്ടി നമ്മൾ തിരിച്ചു പിടിക്കും. അല്ല അനന്താ? അത്രേ ഉള്ളൂ. ചിത്രജി, പടം പൂർത്തിയാക്കാനുള്ള ഫണ്ട് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യണം. നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്താലും പണം വരുമല്ലോ. എന്നിട്ടേ അവർക്കൊരു തിരിച്ചടി കൊടുക്കണം. നീ ഒന്നും ഇനി ആരെയും തിരിച്ചടിക്കണ്ട. ഞങ്ങൾക്ക് സിനിമയും വേണ്ട. ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ മുടക്കിയ കുറച്ച് തുകയുണ്ട്. എത്രയത്? ഇന്നലെ വരെ 6,34,45,000. ശരിയല്ലേ ബേബി? ആണാ? അയ്യോ, അതൊക്കെ ചെറിയൊരു എമൗണ്ട് അല്ലേ. ചെറുതായാലും വലുതായാലും ഇനി ബഡ്ജറ്റ് ഇല്ല. ഈ പറഞ്ഞ തുക വിത്തിൻ 1 month എനിക്ക് ക്യാഷ് ആയിട്ട് തിരിച്ചു കിട്ടണം. അത് അനന്തന്റെയും ബേബിയുടെ ഉത്തരവാദിത്വമാണ്. അങ്ങനെ പറഞ്ഞെങ്ങനെയാ? ഈ പടം എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണം. നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തത് നടക്കില്ലേ? അതിനെന്ത് പ്രോപ്പർട്ടിയാ ഉള്ളത്? മരതകം പിള്ള നിനക്ക് എഴുതി വെച്ച എന്ത് പ്രോപ്പർട്ടിയാ ഉള്ളത് നിനക്ക് സിനിമ ഉണ്ടാക്കാനായിട്ട്? വിൽപത്രത്തിൽ എഴുതി വെച്ചിരുന്ന എനിക്ക് കൂടി അവകാശമുണ്ടെന്നല്ലേ ചേച്ചിയും ചേട്ടനും കൂടി പറഞ്ഞത്? അനന്ത, നീ മറന്നുപോയോ? നീയും അവളും കൂടി കേസ് നടത്തിയതൊന്നും ഓർമ്മയില്ല നിനക്ക്? ഇതേ വിൽപത്രത്തിന്റെ പേരും പറഞ്ഞ് ആ വസ്തുത വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും അതിന്റെ ഒറിജിനൽ വേറെയാണെന്നും എനിക്ക് ആൻസിയിൽ നിന്ന് രക്ഷപ്പെടാനായി നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടാക്കി വെച്ചതാണെന്നും ചേച്ചിയും ചേട്ടനും കൂടി എന്നെ മുഖത്ത് നോക്കി പറഞ്ഞല്ലേ? പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. നീ ഒറിജിനൽ കണ്ടിട്ടൊന്നുമില്ലല്ലോ. എടാ, നീ കണ്ടിട്ടുള്ളതേ വ്യാജ വിൽപത്രവാ. ഇനി അങ്ങോട്ട് നീ കണ്ട വ്യാജൻ തന്നെയാണ് ഒറിജിനല്. ആ രേഖ പ്രകാരം നിനക്ക് എന്ത് അവകാശം ഈ കുടുംബത്തിലുള്ളത്? ഒന്നുമില്ല, ഒരു കുന്തവും ഇല്ല. ചേച്ചി, നിങ്ങൾ അങ്ങേറ്റത്തെ കളിയായി കളിക്കുന്നേ. ഏയ് അനന്ത, നിനക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത ആ വീടില്ലേ, അതിന് നിനക്ക് എന്തായാലും അവകാശമില്ലേ? അത് നീ ചെന്ന് പറ. അത് ഡിസ്പോസ് ചെയ്താലും നമ്മുടെ പടം നടക്കൂലേ? നീ അവിടെ ചെന്ന് പറഞ്ഞേ. ചെല്ല്. ചേച്ചി, അതെ, എനിക്കും കുട്ടികൾക്കും വേണ്ടി വാങ്ങി തന്ന വീടില്ലേ, അതിന്റെ പ്രമാണം തന്നാ മതി. അത് ബാങ്കിൽ പണയം വെച്ച് ഞാൻ എന്റെ പടം തീർത്തോളാം. നിന്റെ പേരിൽ ആര് രജിസ്റ്റർ ചെയ്തുന്നാ? ആരും ചെയ്തിട്ടൊന്നുമില്ല. ആ വീടേ എന്റെ പേരിലാ. വേണമെങ്കിൽ അതിന്റെ പ്രമാണം ഞാൻ കാണിച്ചു തരാം. ഒരു കോപ്പിയും തരാം. ഇത് വലിയ ചതിയാട്ടോ. എടാ, നീ നിന്റെ മറ്റവളും കൂടെ ഞങ്ങൾ ഒരുപാട് പണിതല്ലേടാ. നിന്നെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തി വലുതാക്കി വലിയ സംവിധായകനാക്കാൻ പോവാണെന്നാണോ നീ വിചാരിച്ചേ? ആണോ? എടാ, മനസമാധാനമുള്ള ഒരു വീടായിരുന്നു ഇത്. നീ ആയിട്ട് അത് നശിപ്പിച്ചത്. ചെന്നവളുടെ കാല് കഴുകി കുടിക്കേ. എന്നിട്ട് പറ ഈ കുടുംബത്തിന് മേലുള്ള മുഴുവൻ കേസും പിൻവലിക്കാൻ. എന്നിട്ട് മതി നിന്റെ മൾട്ടി സ്റ്റാർ സിനിമ. അതെ, നിങ്ങൾ അങ്ങനെ അത്ര വലിയ പിടിക്കാവേണ്ട. ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും അനന്തകൃഷ്ണൻ ജയിക്കേണ്ടടുത്ത് തന്നെ നിൽക്കും. നിങ്ങളെപ്പോലൊരു പിശാച സ്ത്രീ ഈ കുടുംബത്തിൽ വന്നു കയറിയപ്പോഴേ എന്റെ അച്ഛൻ മരതകം വീട്ടി കൃഷ്ണപിള്ളയുടെ ജീവനെടുത്തു. അതിന്റെ കഥ കൂടി പുറത്തു വരും. നാളെ മറുപടി പറയേണ്ടി വരും നിങ്ങള്. ഈ അനന്തനെ ഇങ്ങനെ ഇറക്കി വിട്ടതേ നിങ്ങൾക്ക് തന്നെ കുഴപ്പാവൂട്ടാ. എന്തു കുഴപ്പം? ഈ കൊച്ചങ്ങളെ വിളിച്ചുകൊണ്ട് അനന്തൻ ചെന്ന് കയറണതേ ഈ ആൻസി വർഗീസിന്റെ മുന്നിലോട്ട് തന്നെ ആയിരിക്കും. അവരൊന്നിച്ചാല് ചിത്ര മേഡം, പിന്നെ നിങ്ങൾക്ക് അഴുക്കി പുറത്തേക്ക് ഒരിക്കലും വരാൻ കഴിയില്ലാട്ടാ. അതുകൊണ്ട് അതിനുള്ള അവസരം നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും ഉണ്ടാക്കരുത്. ശരിയാ ചിത്രേ, അവരൊരുമിച്ച കൂടുതൽ ശക്തിയാവും. പിന്നെ പിടിച്ചാ പോലും കിട്ടില്ല. എന്നാ ബേബി ചെന്ന് അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു ഒതുക്കി നമ്മുടെ വശത്ത് നിർത്താൻ നോക്ക്. അത് ഞാൻ ഏറ്റു. ഞാനെന്നാ പോയിട്ട് വരാം. സനൽ സാറേ, ന്യൂസ് കണ്ടായിരുന്നോ? ഇരിക്കൂ. ജനുവരി മുതൽ
ഇപ്പൊ നവംബർ ലാസ്റ്റായി. എത്ര ക്രൈം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടെന്ന് അറിയാം മിസ്റ്റർ സനലിന്? സാർ അത് കൃത്യമായി ചെക്ക് ചെയ്തിട്ടില്ല സാർ. ഈ ലാസ്റ്റ് 6 months നിങ്ങളുടെ ഓഫീസിൽ എത്ര കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? സാർ ഒരു 100-120 കേസുകളെങ്കിലും. സംശയമാണ്, കൃത്യമായിട്ട് അറിയില്ല. സാർ അത് ഏകദേശമല്ല, 216 കേസ് ഇന്ന് രാവിലെ വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോറി സാർ. ആൻസി വർഗീസിന്റെ വീഡിയോ കേസ് ആദ്യം ഹാൻഡിൽ ചെയ്തത് സനലല്ലേ? കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഞാനില്ല. വേണുഗോപാൽ സാറായിരുന്നു സാർ. ഈ സീഡാക് റിസൾട്ട് ആര് ക്രിയേറ്റ് ചെയ്തതാ? സാർ ആ സീഡാക്ക് അല്ല പ്രോസസ്സിങ്ങിലെ മിസ്റ്റേക്ക് ആയിരിക്കും സാർ. അത് മിസ്റ്റേക്കായിട്ട് അന്ന് നിങ്ങൾക്ക് തോന്നിയില്ല. അത് നമ്മൾ അവരെ വിശ്വസിക്കുകയല്ലേ സാർ. അതെ, നമുക്കതിൻ്റെ ആവശ്യമുള്ളൂ. ഏജൻസികളെ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ആൻസി വർഗീസിനെ വിശ്വാസം വന്നതുമില്ല. അവർ CFSL വരെ പോയി. ഈ സർട്ടിഫിക്കറ്റ് അവർ നേടിയെടുത്ത വിജയമാണ്. അപ്പൊ തോറ്റതാരാ? എന്താ മിണ്ടാതിരിക്കുന്നേ? സനലിന് ഈ തോൽവി പ്രശ്നമല്ല. ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും അതിന്റെ മേധാവിയായി ഞെളിഞ്ഞിരിക്കുന്ന ഈ ഞാനും ആ സ്ത്രീയുടെ മുമ്പിൽ തോറ്റുപോയി. ഇന്ന് ആ സ്ത്രീയുടെ മുമ്പിൽ മുഖമുയർത്തി നിൽക്കാൻ യൂണിഫോം ഇട്ട നിങ്ങൾക്കും പറ്റില്ല, എനിക്കും പറ്റില്ല. ശരിയാണ് സാർ. എന്ത് ശരി? അവരോടെങ്കിൽ വരാൻ പറ. ആൻസി വർഗീസ് ഒരു കംപ്ലൈന്റ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് സനൽ അറിഞ്ഞു കാണും. ആ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ സനൽ പറയുന്ന പോലെ അത് സാധ്യമാവുന്ന കാര്യമാണോ? സാർ അത് ചലഞ്ചിങ് ആണ് സാർ. ആ കേസിന്റെ പിന്നിൽ ഒരുപാട് ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ സാർ. അറിയാം. ഈ കോടനാട് കേണി, ആദിത്യ ഗ്രൂപ്പിന്റെ പേരിലുള്ള ക്രൈം, വിജിലൻസ് കേസുകൾ, ഇതെല്ലാം കണക്റ്റഡാ. യഥാർത്ഥത്തിൽ സനല് പറയുന്നത് പോലെ ബുദ്ധിമുട്ടാ. ഇരിക്കൂ. താങ്ക് യു സാർ. മിസ്റ്റർ സനൽ, ആൻസി വർഗീസിന്റെ കേസ് അന്വേഷിച്ചത് ഇവർ രണ്ടുപേരുമാണ്. സാർ ഇവരെ ആ ചാർജിൽ നിന്ന് ഒഴിവാക്കിയതും രാജ്മോഹന് സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തതും മിടുക്കനായ ഓഫീസർ സനൽകുമാറാണ്. സാർ സാർ അത് അവരുടെ അന്വേഷണം പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് എനിക്ക് ഇടപെടേണ്ടി വന്നു. മാത്രമല്ല സസ്പെൻഷന്റെ കാരണം ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കേസല്ലേ സാർ. ആൻസി വർഗീസിന്റെ കേസ് അന്വേഷിക്കാനായി മിസ്റ്റർ രാജ്മോഹൻ സപ്പോർട്ട് ചെയ്തു. അതിനുള്ള പണിഷ്മെന്റ് നിങ്ങൾ തന്നെ വാങ്ങിക്കൊടുത്തു. ഇനിയിപ്പോ ആൻസി വർഗീസിന്റെ കേസിന്റെ തുടർ അന്വേഷണത്തിന് സനലിന്റെ സഹായം ഡിപ്പാർട്ട്മെന്റിന് വേണ്ട. സാർ ഇനി ഈ കേസ് തുടർ അന്വേഷിക്കുന്നത് രാജ്മോഹനും സിജി ചെറിയാനുമായിരിക്കും. രണ്ടുപേരുടെയും പ്രൊമോഷന്റെ ഓർഡർ മെയിലായിട്ടുണ്ടാവും. താങ്ക് യു സാർ. താങ്ക് യു സാർ. മിസ്റ്റർ സനൽ പൊയ്ക്കോളൂ. സാർ മിസ്റ്റർ രാജ്മോഹൻ, സാർ. നിങ്ങൾ ഈ കേസിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള തുടർ അന്വേഷണത്തിന് നിങ്ങൾക്കായിരിക്കും കൂടുതൽ സൗകര്യം. അതിനാണ് ഈ പോസ്റ്റിംഗ്. താങ്ക് യു സാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ സിനിമ. പക്ഷെ അവരെന്നെ ഇങ്ങനെ ചതിക്കരുതായിരുന്നു. ഇപ്പം ഈ പൈസയൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുത്തു കൊടുക്കും?
ഈ അഡ്വാൻസ് കൊടുത്ത പൈസ ആരെങ്കിലും തിരിച്ചു തരൂ? ആരെങ്കിലും തരുമോ ബേബി? അതില്ല, അതാരും തരില്ല. ആ പൈസ വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങോട്ട് പോയി. ഇനി എന്ത് ചെയ്യും ബേബി? എന്താ ഒരു പരിഹാരമുള്ളത്? ഈ ചക്രവാണി പ്രൊഡക്ഷൻ ഏറ്റെടുക്കാന്ന് പറഞ്ഞല്ലേ ബേബിയുടെ അടുത്ത്? അതേ അനന്ത, അവരാദ്യം അതിന് തയ്യാറായിരുന്നു. പക്ഷെ ഇപ്പൊ പിൻവാങ്ങി. ആ ജസ്റ്റിന്റെ ഇഷ്യൂ വന്നതോടുകൂടി അവർക്ക് നമ്മളിലുള്ള വിശ്വാസം അങ്ങോട്ട് പോയി. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വേറെ ഏതെങ്കിലും പ്രൊഡക്ഷൻ ഹൗസിനെ അപ്രോച്ച് ചെയ്യണോ? ഇനി ഒരു പ്രൊഡക്ഷൻ ഹൗസിനെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമില്ല. നോക്കേ, ഒരു പ്രൊഡക്ഷൻ ഹൗസ് നമ്മുടെ കയ്യിൽ തന്നെ ഇല്ലേ? അതാരാ? അനന്തന്റെ സിനിമ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ആളുണ്ട്. അതാരാ ബേബി? നമ്മുടെ നൂർജഹാൻ. അവരെ എന്തിനു തയ്യാറാട്ടാ? ആനന്ദന് വേണ്ടി എത്ര കോടി മുടക്കാന്നും അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ നേരാണോ ബേബി? ആണെന്താ, ഈ ചിത്രയുടെ വാക്കും കേട്ട് അതിന്റെ കൂടെ കൂടണേന് മുൻപ് ഈ നൂർജഹാനോട് കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ദേ ഈ പടം സൂപ്പർ ഹിറ്റായിട്ട് നമ്മുടെ തിയേറ്ററിൽ കിടന്ന് ഓടിയാനാ. എങ്കിൽ പിന്നെ ബേബി കാര്യങ്ങൾ അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താലോ? അവരൊരു വാക്കിന് കാത്തിരിക്കല്ലേ നമ്മുടെ നൂർജഹാൻ. വരണം സാർ. വക്കീലേ വരൂ. വരൂ. കേജസ് ഇല്ലേ? സാറ് വെയിറ്റ് ചെയ്യാ. നമസ്കാരം സാർ. നമസ്കാരം. സാറിന് ഇങ്ങനെ വേഷത്തിൽ കണ്ടല്ലോ. കൊച്ചപ്പ 2 കട്ടൻ ചായ വേണം. അതിനെന്താ ഇപ്പൊ കൊണ്ടുവരാമല്ലോ. സാറേ ഇരിക്കേ. വരണം സാർ. യൂണിഫോമിലാണല്ലോ. ബാക്ക് ടു സർവീസ്. താങ്ക് യു സാർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സാർ. സാറേ, എന്റെ സസ്പെൻഷനേക്കാൾ വലിയ വാർത്തയാണല്ലോ റീജോയിൻ ചെയ്തത് വിത്ത് പ്രമോഷൻ. സാറ് കാരണ. ഹേയ്, കാരണക്കാരൻ ഞാനല്ലല്ലോ. ദേ വരുന്നു. ഞാൻ വിളിക്കാവേ. നമസ്കാരം സാർ. ആൻസി, നമസ്കാരം. നമസ്കാരം. ഇപ്പോ ഒരു അസംബ്ലി ഇലക്ഷൻ നിന്ന മോൻസി MLA 25,000 ഭൂരിപക്ഷം ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ഒരു വനിതാ കാൻഡിഡേറ്റ് ജയിച്ചു കയറും. അതൊരു റെക്കോർഡാവും. അല്ലാതെ തന്നെ ആൻസി വർഗീസിന്റെ പേരിൽ ഒരുപാട് റെക്കോർഡുകൾ ഉണ്ടല്ലോ സാറേ. സാർ ഇരിക്കേ സാറേ. ആൻസി, ഇനിയുള്ള കാര്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP രാജ്മോഹൻ സാറും കൂടെ സിജി ചെറിയൻ സാറും നോക്കിക്കോളും. ഇതുവരെ ഞാൻ പറഞ്ഞാണ് ആൻസി കേട്ടതും അനുസരിച്ചതും. ഇനി അങ്ങോട്ട് ഇവർ ഈ ഓഫീസേഴ്സ് പറയുന്നതാണ് ആൻസി കേൾക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും. അപ്പൊ സാറിന്റെ ദൗത്യം എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് പോകാൻ പോകണോ? കൈയൊഴിഞ്ഞു പോവാണ്. KGS ഈവനിങ്സ് ആൻസി വർഗീസിന്റെ പേരിൽ ഇപ്പൊ അറിയപ്പെടുന്നത് തന്നെ അല്ലേ സാറേ? അതെ സാർ. എന്റെ മേൽവിലാസത്തിന്റെ മാറ്റി കൂട്ടിയത് ആൻസിയാ. എന്റെ സാറെ ഇങ്ങനെ പൊഴുത്തി എന്നെ ഇല്ലാണ്ടാക്കില്ലേ പ്ലീസ്. ഇതൊരു പോഴ്ത്തലല്ല ആൻസി, സത്യ. ആൻസി, അവര് ഒഫീഷ്യൽ ഡ്യൂട്ടിയിലാ. ഇനിയുള്ള കാര്യങ്ങൾ ആൻസിയെ കണ്ട് സംസാരിച്ച് തീരുമാനിക്കാനാണ് അവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. ജനുവരി മാസം 6-ാം തീയതിയാണ് ആൻസി സൈബർ ഓഫീസിൽ പരാതി കൊടുത്തത്. വീഡിയോ വ്യാജമാണെന്നും അത് അന്വേഷിക്കണമെന്നും പറഞ്ഞ്. അന്ന് ആ പരാതിയിൽ സൂചിപ്പിച്ചത് സംശയിക്കുന്നവരുടെ ലിസ്റ്റുകളായിരുന്നു. ഋഷി, ആദിത്യൻ, ചിത്ര, ബേബി, പിന്നെ ചക്രവാണി, അങ്ങനെ ചില പേരുകൾ. കേസ് ഇപ്പോ അതിന്റെ അവസാന ഘട്ടവും കഴിഞ്ഞ് ഇവിടം വരെ എത്തി. KGS ഈവനിങ്സിലൂടെ ആൻസി വർഗീസ് ജനങ്ങളോടും അധികാരികളോടും ആവശ്യപ്പെട്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ്. ആൻസി വർഗീസിന്റെ ചതിയിൽ കുടിക്കിയത് ആരൊക്കെയാണെന്നുള്ള ഒരു ആവശ്യം മാത്രം. ഇപ്പോ ഞങ്ങളുടെ ഓഫീസിൽ റിട്ടേണായി ആൻസി വീണ്ടും ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ ആ കംപ്ലൈന്റിൽ എവിടെയും സംശയിക്കുന്നവരുടെ പേരുകൾ കാണുന്നില്ല. അപ്പോ എവിടുന്ന് തുടങ്ങണം എന്നുള്ളത് പരാതിക്കാരിയായ ആൻസിയുടെ മുന്നിൽ നിന്ന് തന്നെ ആയിരിക്കും. സാറേ, ഈ കേസ് പൂർണ്ണമായും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണ് നിങ്ങൾ രണ്ടുപേരും.
ഞാൻ നേരത്തെ കൊടുത്തിരുന്ന കംപ്ലൈന്റിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകളിൽ ഒന്നും തന്നെ എനിക്കിപ്പോഴും ഒരു ഡൗട്ടും ഇല്ല. ഓക്കെ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൻസി സംശയിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? എന്നെ ഇല്ലായ്മയാണെന്ന് തീരുമാനിച്ച ഒന്നോ ഒന്നിലേറെയോ ആൾക്കാർ ഇതിന് പിന്നിലുണ്ടാവും സർ. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ പേരുകളും അതിൽ തന്നെ വരും. അതിനകത്ത് ഇപ്പോഴും ഒന്ന് ആ ചിത്രയും അവരുടെ കുടുംബക്കാരുമാണ്. പക്ഷെ ഇപ്പൊ അവരെ മറികടന്ന് ഞാൻ സംശയിക്കുന്ന വേറൊരാൾ കൂടി ഉണ്ട്. ആരാ അത്? നൂർജഹാൻ. നൂർജഹാനെ സംശയിക്കുന്ന കാരണം? അനന്തനും ആ സ്ത്രീയുമായിട്ടുള്ള പഴയ സൗഹൃദം ഇപ്പോഴും തുടരുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ ഫാമിലി ലൈഫ് ഇല്ലാണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഈ നൂർജഹാൻ ഉണ്ട്. പക്ഷെ സർ, അപ്പോഴും ആ ആലോചനയുടെ വേരുകളിൽ ചെന്ന് നിൽക്കുന്നത് മരതകൻ തറവാടിൽ തന്നെയല്ലേ? ഓക്കെ, അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ഓക്കെ, ശരി സാർ. ഓക്കെ, ശരി സാർ. ആൻസി, ഇടയ്ക്ക് ഞാൻ വിളിക്കും. ഓഫീസിലോട്ട് വരുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഒരു ബുദ്ധിമുട്ടുമില്ല സർ. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഓഫീസിൽ ഞാൻ കുറെ കാലം കയറി ഇറങ്ങിയതല്ലേ. അന്ന് ഈ സിജി സാറല്ലേ എനിക്ക് വേണ്ടി കുറെ ഓടിയത്. പിന്നെ ആ സനൽകുമാർ അല്ലാത്ത ഓഫീസിലേക്ക് വരാൻ എനിക്ക് 100% സന്തോഷമേ ഉള്ളൂ. പുള്ളിയുടെ പ്രമോഷൻ തടഞ്ഞു വെച്ചിട്ട് വടക്കോട്ടങ്ങാണ്ട് തട്ടുകയാണെന്നാണല്ലോ കേട്ടത്. അതെ, അങ്ങനെ ഞങ്ങൾ പറഞ്ഞത്. ശരി സാർ. ഓക്കെ. കൊച്ചപ്പ. ആയിക്കോട്ടെ സാറേ. ഓക്കെ ആൻസി. ശരി. ഷെറിൻ, എന്റെ കൂടെ ഒന്ന് മോള് വരെ ആ വരണം. ശരി. 1-2 മേക്കപ്പ് സാധനങ്ങൾ മേടിക്കാനുണ്ട് എനിക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ശരി മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. രണ്ടുപേരും ഇരിക്കെ. ഷെറിൻ, ഇതെല്ലാം മാറ്റ. ഓ, അതെ, നിങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണോ വന്നേ? മേഡത്തിന്റെ അടുത്ത് വരുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാ വരണെന്ന് പറഞ്ഞ വഴക്ക് കേൾക്കുമല്ലോ എന്ന് കരുതിയാ കഴിക്കാണ്ടിരുന്നേ. ഞാൻ നിർബന്ധിച്ചതാട്ടാ കഴിച്ചിട്ട് വരാന്ന്. ഷെറിനെ, മാഡം. ഫുഡ് എടുത്തു വെക്കേ. ശരി മാഡം. വേണ്ട, ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. അതൊന്നും പറ്റില്ല. ആദ്യം ഒരു ചായ, അതിനുശേഷം ബ്രേക്ക്ഫാസ്റ്റ്. 1 മിനിറ്റ്. ഹരി, വെയിറ്റ് ചെയ്യ്, ഞാൻ വരാം. എന്തായി? നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം ലൈനപ്പായോ? ആ, ഓൾമോസ്റ്റ് റെഡിയാണ്. കോസ്റ്റ്യൂമർ വന്നിട്ട് ബേബി നമ്മുടെ ദണ്ഡപാണിയല്ലേ? അതെ അതെ മേഡം. ആ, അനന്തനെ ഞാൻ വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നതാ. ക്ലൈമാക്സിന് തൊട്ടു മുമ്പുള്ള ആ പാർട്ടി സീൻ ഇല്ലേ? പിന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു പാർട്ടി സീൻ ഇല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ ആ 3 സീനിന്റെ കോസ്റ്റ്യൂംസ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്യിച്ചോളാം. ഈ ദണ്ഡപാണിയൊന്നും നോക്കണ്ട. എനിക്ക് കോസ്റ്റ്യൂംസ് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത് എത്തിച്ചു തരുന്ന ഒരാളുണ്ട്. മിസ്റ്റർ ക്രിസ്റ്റി. ക്രിസ്റ്റിയ? ഞാൻ കേട്ടിട്ടില്ലല്ലോ മേഡം ആളെ കുറിച്ച്. ഇവിടുത്തുകാരനൊന്നുമല്ല, നോർത്ത് ഇന്ത്യൻ ഡിസൈനറാ. ആദിത്യ മൂവീസിന്റെ പേര് കേൾക്കുമ്പോ സ്വാഭാവികമായി എല്ലാരും റെഡി ആവുമല്ലേ അനന്ത? അതെ മേഡം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? പറയാനെന്താ? പറയേ. ഈ ആദിത്യ ബിൽഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതി കിടപ്പുണ്ട്. ഇപ്പോൾ കമ്പനി അക്കൗണ്ട്സ് എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുക. ഇനിയൊരു 2 മന്ത്സ് വേണ്ടിവരും ഇതൊക്കെ ഒന്ന് ശരിയായി വരാൻ. ശരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഡേറ്റ് മാറൂ? ഏയ്, നമ്മളത് മാറാണ്ട് നോക്കണം, അതല്ലേ വേണ്ടത്. അതും അനന്തന്റെ ഫസ്റ്റ് മൂവി അല്ലേ. അപ്പോ വേറെ ആരാ പ്രൊഡ്യൂസേഴ്സ്? ഒരു കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പ്രൊഡ്യൂസർ വേണമായിരുന്നു. വലിയ ബഡ്ജറ്റ് അല്ലേ. ഈ പ്രൊഡക്ഷൻ സ്വന്തം കുടുംബത്തിൽ തന്നെ തുടങ്ങി. സ്വന്തം ചേട്ടനും ചേട്ടത്തിയും. അതിപ്പോ നടക്കാണ്ട് വന്നപ്പോ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു പ്രൊഡ്യൂസർ വേണമെന്നാ ഇപ്പൊ നമ്മുടെ അനന്തന്റെ ആഗ്രഹം. കുടുംബത്തിന്ന് വെച്ചാ? മേഡം, ആനന്ദനും മേഡം അന്യരൊന്നല്ലല്ലോ. മേഡം ഒരിക്കത് എന്നോട് പറയും ചെയ്തിട്ടുണ്ട്.
അഭിനയത്തിന്റെ കൂടെ പ്രൊഡക്ഷനും കൊണ്ടുപോണെന്ന്. അപ്പൊ പിന്നെ മാഡത്തിന് തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്താ പോരെ? ഏയ്, എന്തിനാ നമ്മൾ മറ്റുള്ളവർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കണേ? ഈ മുടക്കണ പൈസ നമ്മുടെ കുടുംബത്തിൽ തന്നെ കിടക്കട്ടെ, അത്രയേ ഉള്ളൂ. അത് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു വില്ല പ്രോജക്റ്റ് തുടങ്ങണം എന്നുള്ള ആലോചനയിലല്ല, അതിന്റെ പ്ലാനിംഗ് ഒക്കെ നീങ്ങിക്കഴിഞ്ഞു. ഇൻവെസ്റ്റും ചെയ്തു. ദുബായിലുള്ള ഫ്രണ്ടിന്റെ കൂടെയാ പാർട്ട്ണർഷിപ്പ്. ഏതായാലും 2-3 ഇയേഴ്സ് കഴിയാതെ സിനിമയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൂർജഹാൻ, എന്റെ പടം നന്നായിട്ട് പൂർത്തിയാക്കണം. താൻ വിചാരിച്ച ഈ പടം എങ്ങനെയും പുറത്തു വരും. എന്റെ ഈശ്വര, ഡേറ്റ് എല്ലാം വലിയ പ്രശ്നമാവുമല്ലോ. തെലുങ്ക് പടം വെറുതെ കളയുകയും ചെയ്തു. ആ ബേബി, ചാച്ചാജിയോടൊന്ന് സംസാരിച്ചു നോക്ക്. ഞാൻ വേണേ വിളിച്ചു പറയാം. എങ്കിൽ ഞങ്ങൾ സംസാരിച്ചേക്കാം. പക്ഷെ അവിടെ നടന്നില്ലെങ്കിലോ? നടന്നില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം. സാർ, ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, എടുക്കട്ടെ? ആ അനന്ത, റെഡിയായിരിക്കുക. കഴിച്ചിട്ട് വേണ്ട, പോ. ഞങ്ങൾ പോകുന്ന വഴിക്ക് കഴിച്ചോളാം. ബാ ബേബി. അനന്ത, റെഡിയാക്കി വെച്ചിരിക്കല്ലേ, കഴിച്ചിട്ട് പോയാ വേണ്ട, അത് അനന്ത വെളിയിൽ നിന്ന് കഴിച്ചിട്ട് നടക്കു ബേബി. അതെ, ചാച്ചാജീനെ വിളിച്ചിട്ട് ഞാൻ വിളിക്കാം. ഓക്കേ. ആ നൂർജഹാൻ, എനിക്ക് ഈ പടം എങ്ങനെയെങ്കിലും ചെയ്യണം. താൻ എന്നെ സപ്പോർട്ട് ചെയ്യണം. വില്ല പ്രൊജക്റ്റ് കുറച്ചങ്ങോട്ടും തള്ളി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൊജക്റ്റ് എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാൻ പറ്റുമല്ലോ. ഒരു 25% അങ്ങോട്ട് ഇറക്കിയാൽ മതി കേട്ടാ. ബാക്കി ഞാൻ അറേഞ്ച് ചെയ്യാം. ഒരു പ്രൈമറി ഇൻവെസ്റ്റ്മെന്റ് ഒരു 10 CR, ബാക്കി 20 CR ചാച്ചാജി ഫിലിംസ് ചെയ്യാൻ നോക്കട്ടെ. ഇല്ലെങ്കിൽ ഞാൻ അറേഞ്ച് ചെയ്യാം. നോക്കട്ടെ അനന്ത, എന്തായാലും പോയിട്ട് വാ, ഞാൻ വിളിക്കാം. ബാനന്ദ. ആ